പല ക്രൈസ്തവരും ഈവൻ കത്തോലിക്കർ പോലും ക്രിസ്ത്യാനികൾ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബൈബിൾ മനുഷ്യർ എഴുതിയതിനാൽ അതെങ്ങനെ ദൈവവചനമാകും എന്ന സംശയം. ഈ സംശയം സ്വാഭാവികമാണ്. എന്നാൽ ഇതിൻ്റെ ഉത്തരം 2 പത്രോസ് 1:21 വ്യക്തമാക്കുന്നു. ഞാൻ ആവർത്തിക്കുന്ന സഹോദരങ്ങളെ, 2 പത്രോസ് 1:21. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താലുണ്ടായതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൽ നിന്നുള്ളവരാണ് സംസാരിച്ചത്. അവസാന ഭാഗം വീണ്ടും വായിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൽ നിന്നുള്ളവരാണ് സംസാരിച്ചത് എന്ന്. സഹോദരങ്ങളെ, ഇവിടെയാണ് ദൈവശ്വാസ്യത, ഇൻസ്പിറേഷൻ എന്ന ആശയം പ്രസക്തമാകുന്നത്. ഡിവൈൻ ഇൻസ്പിറേഷൻ. ബൈബിൾ എഴുതിയ മനുഷ്യർ കമ്പ്യൂട്ടറുകളോ യന്ത്രങ്ങളോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ യൂസ് ചെയ്തിരുന്നില്ല. അവർ തങ്ങളുടെ വ്യക്തിത്വവും സംസ്കാരവും ഭാഷാപരമായ ശൈലികളും ഉപയോഗിച്ചു. എന്നാൽ ഈ എഴുത്തുകാരെ പരിശുദ്ധാത്മാവ് നയിക്കുകയും അവർ എഴുതിയത് ദൈവഹിതത്തിന് അനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇതൊരു സവിശേഷമായ സഹകരണമാണ്, ദൈവപിതാവുമായിട്ടുള്ള പങ്കാളിത്തം. ദൈവം തൻ്റെ സത്യങ്ങൾ മനുഷ്യരിലൂടെ, തൻ്റെ സൃഷ്ടിയായ മനുഷ്യനിലൂടെ വെളിപ്പെടുത്തി. അത് അവൻ്റെ ദൈവത്തിൻ്റെ കൃത്യമായ സന്ദേശമാണ്. അതിനാൽ ബൈബിൾ കേവലം ഒരു ചരിത്രരേഖയല്ല, മറിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ അന്യൂനമായ വചനമാണ്. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ്. തിരിച്ചറിയാം. ബൈബിളിനെ ദൈവത്തിൻ്റെ വചനമായി നാം അംഗീകരിക്കുമ്പോൾ മാത്രമാണ് വചനം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും പരിശുദ്ധ ദൈവമാതാവ് മാലാഖയോട് ഉത്തരം പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം എന്നിൽ നിവൃത്തിയാകട്ടെ എന്നുള്ള ആ മനോഹരമായ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുക. ദൈവവചനം നാം അംഗീകരിക്കുമ്പോൾ അതിൻ്റെ ആധികാരികതയും ശക്തിയും നാം തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ തിരിച്ചറിയിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ്. ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം.